മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. മൗദൂദികൾ കൊടുത്തിട്ടുള്ളൊരു വാർത്ത കണ്ട് ഞെട്ടിയത് കൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു വീഡിയോ ചെയ്യുന്നത്. ഇസ്രായേല് വലിയ രീതിയിലാണ് ഹമാസ് എന്ന ഭീകര സംഘടനയുടെ ഓരോ ഭീകരരെയും ലക്ഷ്യം വെച്ചുകൊണ്ട് ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിൽ ഇരവാദ മൗദൂദികളും സകല തീവ്ര ചിന്താഗതിക്കാരും നമ്മുടെ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഈ ഇരവാദത്തിനിടക്ക് വലിയൊരു വെളുപ്പിക്കല് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു വാർത്തയാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. അബു ഹംസ നിലച്ചത് ഫലസ്തീൻ ചെറുത്തുനിൽപ്പിന്റെ ശബ്ദം. ഭാര്യയടക്കം കുടുംബാംഗങ്ങളും ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഒരാഴ്ച മുമ്പായിരുന്നു ഇവരുടെ വിവാഹം. സമസ്തയുടെ ഓൺലൈൻ ചാനലിലും ഇതേ വാർത്ത വന്നിട്ടുണ്ട്. ഞാൻ അതും ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. അടിമത്തത്തിന്റെ വസ്ത്രം അഴിച്ചു മാറ്റുക, പോരാട്ട ഭൂമികയിലേക്ക് ഇറങ്ങുക. ഹമാസ് പോരാളി അബു ഹംസ മരിക്കുന്നില്ല. എങ്ങനെയാണ് ഈ അബു ഹംസയൊക്കെ സമസ്ത നടത്തുന്ന ഒരു ഓൺലൈൻ ചാനലിന് വെളുപ്പിക്കാൻ സാധിക്കുന്നത്? മൗദൂദികൾ നിരന്തരം ഇതൊക്കെ തന്നെയാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ സമസ്തയും അതേ വഴിക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ അബു ഹംസ ആരാണ് എന്നുള്ളത് ബോധമുള്ള ഓരോ മലയാളിയും തിരിച്ചറിയണം. നമുക്കറിയാം, ഹമാസ് എന്ന ഭീകര സംഘടന പോലെ തന്നെ പലസ്തീനിലുള്ള മറ്റൊരു ഭീകര സംഘടനയാണ് പലസ്തീൻ ഇസ്ലാമിക് ജിഹാദി എന്ന് പറയുന്നത്. ആ പലസ്തീൻ ഇസ്ലാമിക് ജിഹാദിന്റെ സൈനിക മേഖലയാണ് ഖുദ്സ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഈ ഖുദ്സ് ഫോഴ്സിന്റെ വക്താവാണ് ഈ അബു ഹംസ എന്ന് പറയുന്നത്. ഈ അബു ഹംസ വർഷങ്ങളായിട്ട് ഇസ്ലാമിക് ജിഹാദിന് വേണ്ടിയിട്ട് ഭീകര പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ അബു ഹംസ ഇസ്രായേലിനോട് ഇരന്ന് വാങ്ങിയിട്ടുള്ളൊരു മരണമാണ്. അതിലൊരു തർക്കവും വേണ്ട. ഈ അബു ഹംസ കാരണം അബു ഹംസയുടെ ഭാര്യ, കുടുംബാംഗങ്ങള് സകലരും കൊല്ലപ്പെട്ടിരിക്കുന്നു. സകല ആളുകളും, സ്ത്രീകൾ കൊല്ലപ്പെടുന്നു, കുട്ടികൾ കൊല്ലപ്പെടുന്നു എന്നൊക്കെ ഇവിടെ ഇരവാദം ഉന്നയിക്കാറില്ലേ? നമ്മൾ ആ സമയത്ത് തന്നെ വളരെ വ്യക്തമാക്കി മുന്നോട്ട് വെക്കാറുണ്ട്. യഹിയ സിൻവാർ, അതായത് ഹമാസിന്റെ മുൻ മേധാവിയായിരുന്ന യഹിയ സിൻവാർ പെരുച്ചായിയെ പോലെ തുരങ്കങ്ങളിലൂടെ നടക്കുന്ന സമയത്ത് ഭാര്യയെയും കുട്ടികളെയും കൊണ്ടായിരുന്നു നടക്കാറുള്ളത്. അതേപോലെയാണ് ഹമാസ് ഭീകരര് സ്ത്രീകളെയും കുട്ടികളെയും കൊണ്ടാണ് നടക്കാറുള്ളത്. ഈ ഭീകരരെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇസ്രായേൽ ആക്രമണം നടത്തുമ്പോൾ സ്ത്രീകൾ കൊല്ലപ്പെടുന്നത് ഭീകരർക്കൊപ്പമുള്ള സ്ത്രീകളാണ് എന്ന് നമ്മൾ വ്യക്തമാക്കി മുന്നോട്ട് വെക്കാറുണ്ട്. ഭീകര പ്രവർത്തനത്തിനോട് വലിയ യോജിപ്പുള്ള സ്ത്രീകളാണ് കൊല്ലപ്പെടുന്നത് എന്ന് നമ്മൾ കൃത്യമായിട്ട് മുന്നോട്ട് വെക്കാറുണ്ട്. ഈ വക്താവും ഈ അബു ഹംസയും കൊല്ലപ്പെടുമ്പോൾ ഭാര്യയും കുടുംബാംഗങ്ങളും കൊല്ലപ്പെട്ടിരിക്കുന്നു. അവിടെയുള്ള ഗാസയിലെ, പലസ്തീനിലെ സാധാരണക്കാരായ സ്ത്രീകളും കുട്ടികളും അല്ല കൊല്ലപ്പെടുന്നത്. ഭീകരവാദികളും അവരുടെ സ്ത്രീകളും കുട്ടികളൊക്കെയാണ് കൊല്ലപ്പെടുന്നത്. എന്നാലും കുട്ടികൾ കൊല്ലപ്പെടുന്നതിൽ വേദനയുണ്ട് എന്നുള്ളതിൽ എടുത്തു പറയുന്നു. സകല ആളുകളും തിരിച്ചറിയണം, ഈ അബു ഹംസ ഇസ്രായേലിനോട് ഇരന്ന് വാങ്ങിയിട്ടുള്ളതാണ് മരണം. ഈ അബു ഹംസ നിരന്തരം, അതായത് 2023 ഒക്ടോബർ 7 ഹമാസ് എന്ന ഭീകര സംഘടന ഇസ്രായേലിലേക്ക് കടന്നു കയറി ആക്രമണം നടത്തിയതിന് ശേഷം ഈ അബു ഹംസയുടെ ഒരു പ്രസ്താവനയുണ്ട്. ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ആഗോളതലത്തിൽ ഈ അബു ഹംസ വളരെ പ്രിയപ്പെട്ടവനാ. സകല വാർത്തകളും ലോകത്തിന് എത്തിച്ചു കൊടുക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഭീകരനാ ഈ അബു ഹംസ. അതുകൊണ്ടാണ് ഈ മൗദൂദികള്, സമസ്ത പോലും ഈ അബു ഹംസക്ക് വേണ്ടിയിട്ട് കരയുന്നത്. നമ്മളത് തിരിച്ചറിയണം. ഞാൻ ആ ഒരു 2023 ഒക്ടോബർ 7 ഭീകരാക്രമണം നടത്തിയതിനു ശേഷം അബു ഹംസ വിളിച്ചു പറഞ്ഞിട്ടുള്ളത് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ ഞങ്ങൾ നിങ്ങളെ തോൽപ്പിച്ചപ്പോൾ നിങ്ങളുടെ കാലിൽ നിന്ന് ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നതിനെ കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? ജീവിതത്തെ സ്നേഹിക്കുന്നത് പോലെ ദൈവത്തിന്റെ പാതയിൽ കൊല്ലപ്പെടാൻ ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്കായി ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതിനാൽ നരകത്തിലേക്ക് സ്വാഗതം. ഇസ്രായേലിലെ സാധാരണക്കാരെ ബന്ദിയാക്കി ഹമാസ് എന്ന ഭീകര സംഘടന
ഗാസയിലേക്ക് തിരിച്ചു വന്നിട്ട് ഇസ്രായേലി സൈന്യത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് അബൂ ഹംസ നടത്തിയിട്ടുള്ള പ്രസ്താവനയാ വായിച്ചു കേൾപ്പിച്ചത്. ഈ കൊടും ഭീകരന് വേണ്ടിയിട്ടാ നമ്മുടെ കേരളത്തില് മൗദൂദികള് സമസ്ത ഉൾപ്പെടെ രംഗത്ത് വന്നിട്ടുള്ളത് എന്ന് ഓരോ ആളുകളും ചിന്തിക്കണം. ഈ ഓൺലൈൻ ചാനലൊക്കെ നടത്തുന്നത് സമസ്ത നേരിട്ടാണോ? ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാ. അതേപോലെ തന്നെ മറ്റൊരു പ്രസ്താവന, ഈ അബൂ ഹംസ വലിയ രീതിയിൽ ഭീകര പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തതാണ് ഈ അബൂ ഹംസ എന്ന് വ്യക്തമാക്കാനാ അബൂ ഹംസ നിരന്തരം വിളിച്ചു പറഞ്ഞതിലെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. അടുത്തതൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ഞങ്ങൾ കീഴടങ്ങില്ല. യുദ്ധം എത്ര നീണ്ടു നിന്നാലും ഞങ്ങൾ വെള്ളക്കൊടി വീശില്ല. ഇന്നത്തെ യുദ്ധം ഇനി ചെറുത്തുനിൽപ്പ് അവസാനിപ്പിക്കുന്നതോ തടവുകാരെ മോചിപ്പിക്കുന്നതോ അല്ല, പലസ്തീൻ ജനതയോടും അവരുടെ ചെറുത്തുനിൽപ്പിനോടും കണക്ക് ചോദിക്കുന്നതിന്റെ കാര്യമാണ്. നിങ്ങൾ കേട്ടില്ലേ? ഈ അബൂ ഹംസക്ക് ബന്ദികളെ വിട്ടുകൊടുക്കുന്നതിലൊന്നും ഒരു താല്പര്യവുമില്ല. യുദ്ധം തന്നെയാണ് താല്പര്യം. അത്തരത്തിലുള്ള ഒരു ഭീകരനാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. ഈ ഭീകരന് വേണ്ടിയിട്ടാണ് ഇവിടെ പലരും വാദിക്കുന്നത്. മറ്റൊന്ന്, ഈ വർഷം ആദ്യം അബൂ ഹംസ നെതന്യാഹുവിനൊരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. എത്ര സമയമെടുത്താലും ശത്രുവിനെ നേരിടാൻ ഒരു ഉണർന്നിരിക്കുന്ന തലമുറയെ ഫലസ്തീനികൾ ഒരുക്കിയിട്ടുണ്ട് എന്നാണ്. ഏതായാലും അബൂ ഹംസയുടെ ഇത്തരം പ്രഖ്യാപനങ്ങളുമായിട്ട് ഇനി പരലോകത്ത് നിന്ന് കാത്തിരിക്കാമെന്ന് ബോധമുള്ള ആളുകൾക്ക് ഈ അബൂ ഹംസയൊക്കെ പിന്തുണയ്ക്കുന്ന സകല ആളുകളോടും പറയാനുള്ളത്, അബൂ ഹംസയെ പോലെയുള്ള ഒരു കൊടും ഭീകരൻ ഒക്ടോബർ 7 ഭീകരാക്രമണത്തെ വലിയൊരു വിജയമാക്കി കണ്ടിട്ടുള്ള, ബന്ദികളെ ഒരിക്കലും വിട്ടുകൊടുക്കരുതെന്ന് നിരന്തരം ഉയർത്തിപ്പിടിക്കുന്ന, ഇസ്രായേൽ എന്നൊരു രാജ്യം പോലും നിലനിൽക്കരുതെന്ന്, ഇസ്രായേലി ജനത അവിടെ നിന്ന് ഓടിപ്പോവണമെന്ന്, അത്തരത്തിലുള്ള വലിയ പ്രഖ്യാപനങ്ങൾ, അത്തരത്തിലുള്ള വലിയ ലക്ഷ്യങ്ങളുള്ള അബൂ ഹംസക്ക് വേണ്ടിയിട്ടും നമ്മുടെ കേരളത്തില് വലിയ രീതിയിൽ ആളുകൾ രംഗത്ത് വരുന്നുണ്ട് എന്നുള്ളത് ഗൗരവത്തിൽ തന്നെ ഓരോ മലയാളിയും തിരിച്ചറിയണം. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഈ അബൂ ഹംസക്ക് പോലും ആരാധകർ എന്തുകൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ ഉണ്ടാവുന്നത്? അതിന് മൗദൂദികൾ വലിയ രീതിയിൽ നേതൃത്വം കൊടുക്കുന്നില്ലേ? ഈ അബൂ ഹംസ, ഇവിടെ മനുഷ്യത്വം പറയുന്ന ആളുകളൊക്കെയാണ് ഈ അബൂ ഹംസക്കൊക്കെ വേണ്ടിയിട്ട് വാദിക്കുന്നത്. ഈ അബൂ ഹംസ ഓരോ ഘട്ടത്തിലും ഓരോ ദിവസങ്ങളിലും പ്രസ്താവനകൾ ഇറക്കുന്ന ഒരു കൊടും ഭീകരനാ. ഈ കൊടും ഭീകരന്റെ ഭാര്യയും കുടുംബസമേതവും ഒക്കെ കൊല്ലപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് ഇരവാദം ഉന്നയിക്കാൻ ഇവർക്കൊന്നും ഒരു ഉളുപ്പുമില്ലേ? സകല മലയാളികളും തിരിച്ചറിയുക, ഇത്തരത്തിലുള്ള കൊടും ഭീകരരെ പോലും വെളുപ്പിക്കാൻ നമ്മുടെ കേരളത്തിൽ മൗദൂദികൾ ഉൾപ്പെടെയുള്ള തീവ്ര ചിന്താഗതിക്കാര് മത്സരിച്ചോണ്ടിരിക്കുകയാണ്.